സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ചോറ്റാനിക്കരമ്മേ ശരണം. ശ്രീ മഹാദേവ ശരണം. ശ്രീ മഹാഗണപതേ ശരണം. ഹര ഹരോ ഹര ഹര. സ്വാമിയേ ശരണമയ്യപ്പ. ശ്രീ അഖിലാണ്ടേശ്വര്യൈ നമഃ. പ്രാർത്ഥന. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ ധർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോऽयं പ്രത്യക്ഷഃ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസ്തി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽयं സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യഃ ദാസോऽഹം തവ കേശവ. സുഖരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ദേവദേവ ജഗന്നാഥ ഗോവിന്ദ പുരുഷോത്തമ ഭാഗവത പഠനം ദേവ സഫലം കുരു സർവദാ. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വത്പരിതോഷകാമസ്തൗമി പ്രസീദാച്യുതമാരുതേശ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷാർദ്ദന. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധേശ്യാം. ധ്യാന ശ്ലോകങ്ങൾ. ഭാഗവത ഭഗവത് ധ്യാനം. ഭാഗവത ഭഗവത ധ്യാനം. പാദൗ തു പ്രഥമ സ്കന്ധോ ദ്വിതീയോ ജാനുനി സ്മൃതൗ തൃതീയ സാക്ഷി വിജ്ഞേയ ചതുരർത്ഥ കടിരുച്യത്തെ. നാഭിം തു പഞ്ചമം വിദ്യാത് ഹൃദയം ഷഷ്ഠ ഈരിതഃ. സപ്തമസ്തു ഉരഃ പ്രോക്ത അഷ്ടമ കണ്ഠ ഉച്യത്തെ. സ്കന്ധൗ തു നവമ സ്കന്ധോ ദശമം മുഖമീരിതം. കർണാക്ഷി നാസികായുക്തം സർവാർത്ഥ പരിപൂരിതം. ഏകാദശസ്തുത്തമാംഗം ദ്വാദശോ ബ്രഹ്മരന്ധ്രകം. ഏവം ഭാഗവതം ശാസ്ത്രം വിഷ്ണുമൂർത്തി പ്രകീർത്തിതം. ഏകാദശം കിരീടം ച ദ്വാദശോ ബർഹ ഈരിതഃ. ഏവം ഭാഗവതം ശാസ്ത്രം കൃഷ്ണരൂപമിതി സ്മൃതം. രാധേശ്യാം. രാധേശ്യാം. ധ്യാന ശ്ലോകങ്ങൾ. രാധേശ്യാം. ധ്യാന ശ്ലോകങ്ങൾ. ജന്മാദ്യസ്യ യതോന്വയാദിതരശ്ചാർത്തേഷ്വഭിജ്ഞ സ്വരാട് തേനേ ബ്രഹ്മഹൃദ യ ആദികവയേ മുഹ്യന്തി യത്സൂരയ. തേജോ വാരിമൃതാം യഥാ വിനിമയ യത്ര ത്രിസർഗോ മൃഷാ. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോജ്ജിത കൈതവോത്ര പരമ നിർമ്മത്സരാണാം സദാം വേദ്യം. വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈ ഈശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവസംയുതം. പിബത് ഭാഗവതം രസം ആലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. യം പ്രവ്രജന്തമനുപേതമപേദകൃത്യം
ദ്വൈപായനോ വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി യ സ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതി തിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത് മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിന യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായ ശേദേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വജാംസി മേ. രാധേശ്യാം. രാധേശ്യാം. കഴിഞ്ഞ ദിവസം കടന്നു വന്ന ശ്ലോകങ്ങളെ കുറിച്ച് ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചുകൊണ്ട് ഒരു തിരിഞ്ഞു നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. രാധേശ്യാം. രാധേശ്യാം ഏത് സന്ദർഭത്തിലാ ഇപ്പൊ നമ്മളെന്ന് ചോദിച്ചാൽ ശൗനകാദി മഹർഷിമാരുടെ ചോദ്യങ്ങൾക്ക് സൂത പൗരാണികൻ മറുപടി പറയാൻ ആരംഭിക്കുകയാണ്. ആദ്യമേ പറയണു, അദ്ദേഹത്തിന്റെ ചോദ്യത്തിനെ, ശൗനക മഹർഷിയുടെ ചോദ്യത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുകയാണ്, ഹേ ശൗനക മഹർഷി, അങ്ങയുടെ മനസ്സിൽ ഭഗവാന്റെ കഥകൾ കേൾക്കുക എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്, പ്രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ സംസാര ഭയങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതായ, അതേസമയം ശാസ്ത്രസമ്മതമായ, സർവസിദ്ധാന്ത നിഷ്പന്നമായ കഥയെ ഞാൻ അങ്ങേക്കായിട്ട് പറഞ്ഞു തരാം. ഈ കഥകൾ എങ്ങനെയുള്ളതാണ് എന്ന് ചോദിച്ചാൽ ഭക്തി പ്രവാഹത്തെ തന്നെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള കഥകളാണ്. മാത്രമല്ല കൃഷ്ണ സന്തോഷ ഹേതുകം, കൃഷ്ണ പരമാത്മാവിന് സന്തോഷത്തെ നൽകുന്നതാണ്. അതിനെ ഞാൻ അങ്ങേക്കായിട്ട് പറഞ്ഞു തരാം. സാവധാനതയാ ശൃണു, ശ്രദ്ധയോടു കൂടിയിട്ട് കേട്ടോളൂ എന്ന് പറയാണ്. എന്നിട്ട് പറയണോ, കാലവ്യാള മുഖഗ്രാസ, കാലമാകുന്ന സർപ്പത്തിന്റെ മുഖത്ത് എത്തിപ്പെട്ട് നിൽക്കുന്നത് നമ്മളെന്ന് വിചാരിച്ചോളൂ. മരണം എന്നുള്ളത് എപ്പോ വരും എന്ന് നമുക്കറിയില്ല. മരണം എന്ന കാലസർപ്പത്തിന്റെ മുഖത്ത് എത്തിപ്പെടുമ്പോ ഉണ്ടാവുന്ന ഒരു ഭയമുണ്ട്. ആ ഭയത്തെ പരിപൂർണമായിട്ടും നശിപ്പിക്കാൻ ഒരു കഥയുണ്ട്. ആ കഥയുടെ പേരാണ് ശ്രീമദ് ഭാഗവതം കീരേണ ഭാഷിതം. കീരൻ പറഞ്ഞത്, കീരൻ എന്ന് പറഞ്ഞ തത്ത പറഞ്ഞതായിട്ടുള്ള, ശ്രീശുകൻ പറഞ്ഞതായിട്ടുള്ള കഥയെ ഞാൻ അങ്ങേക്കായിട്ട് പറഞ്ഞു തരാം. മനഃശുദ്ധിക്ക് അതിലുപരി, നമ്മളുടെ അന്തരംഗം ശുദ്ധമാവാൻ അതിലുപരി ഒരു കഥ അല്ലെങ്കിൽ ഒരു മാർഗം ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് തോന്നണില്ല. എന്നാ ആ ഭാഗവതം എല്ലാവർക്കും കിട്ടുമോന്ന് ചോദിച്ചാൽ അതില്ല. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പുണ്യങ്ങൾ ചെയ്തു വെച്ചവർക്ക് ആ പുണ്യത്തിന്റെ പരിപക്വതയിലേക്ക് എത്തുന്ന സമയത്താണ് ഭാഗവതം കിട്ടുക എന്നും കൂടി സൂതൻ ശൗനകാദികളോട് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, അതിനെ ഒന്നുകൂടി സാധൂകരിക്കാൻ ഞാനൊരു സംഭവം പറഞ്ഞു തരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവത്തെ പറയുകയാണ്. പിന്നുള്ള 4-5 ശ്ലോകങ്ങളെ കൊണ്ട്. പരീക്ഷിത് മഹാരാജാവ് ശ്രീ ശുക ബ്രഹ്മർഷിയുടെ മുഖത്ത് നിന്ന് കഥ കേൾക്കാൻ വേണ്ടി ഗംഗാ നദിക്കരയിൽ ഇരിക്കുന്ന സമയം അവിടെ ശ്രീ ശുക ബ്രഹ്മർഷി എഴുന്നള്ളി വരുന്നു. അനവധി പേര്
ഭാഗവതം എഴുതിയ വേദവ്യാസൻ തന്നെ അവിടെയുണ്ട്, രാജഋഷിമാരുണ്ട്, ദേവഋഷിമാരുണ്ട്, മഹർഷിമാരുണ്ട്. എല്ലാവരും ഭാഗവതം കേൾക്കാനിരിക്കുന്ന സഭയിലേക്ക് നമ്മളുടെ ദേവന്മാര് വരുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ സുധാകുംഭം, അമൃതകുംഭവുമായിട്ട് അവര് വരുന്നു. നമ്മളുണ്ടാണ്ടിരുന്ന ആ കഥ കേൾക്കല്ലേ വേണ്ടു. വന്നു, എല്ലാവരും ഇരിക്കേണ്ട ഒരു മൂലയില് ഞാനും ഇരുന്ന് കേട്ടേക്കാം എന്ന് വിചാരിച്ചില്ല. പകരം ശ്രീ ശുഖബ്രഹ്മർഷിയോട് പറഞ്ഞു, ഈ അമൃത കലശം ഞാൻ തരാം, ഞങ്ങൾ തന്നു കഴിഞ്ഞാല് പകരമായിട്ട് ഞങ്ങൾക്ക് ഭാഗവതം തരുമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഇപ്പൊ പരീക്ഷിച്ച് 7 ദിവസം കഴിയുമ്പോ തക്ഷക ദംശനം, തക്ഷകൻ എന്ന സർപ്പം കടിച്ച് മരിക്കും എന്നാണ് ശാപം. അപ്പൊ പിന്നെ എന്തായാലും അദ്ദേഹം മരിക്കാതിരിക്കില്ലേ വേണ്ടു, അമൃത് കുടിച്ചാ പോരെ. അപ്പൊ ഈ അമൃത് തരാം, പകരമായിട്ട് ഞങ്ങൾക്ക് ശ്രീമദ് ഭാഗവതത്തെ തരുമോ എന്നാണ്. ശ്രീശുഖനെ നമസ്കരിച്ച് ചോദിക്കുകയാണ്, എങ്ങനെയുള്ള ദേവന്മാര് എന്ന് ചോദിച്ചാൽ സ്വകാര്യകുശലാഹ, കാര്യം സാധിക്കാൻ സമർത്ഥരാണ്, മിടുക്കന്മാരാണ് അവര്. സ്വാർത്ഥ താല്പര്യത്തിന് എന്തും ചെയ്യും. അതേ ഭാവത്തിലാണ് പറയുന്നത്. ഒരു കച്ചവടമായിട്ട് ചോദിക്കുകയാണ്, അതിങ്ങോട്ട് അമൃത് തരാം, ഭാഗവതം എന്ന കഥാമൃതത്തെ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. എന്ത് പറയാനാ ശ്രീശുഖൻ? ഒന്നും പറഞ്ഞില്ല. ഭാഗവതത്തിന്റെ മഹാത്മ്യം അറിഞ്ഞവര് എവിടെ ശ്രീശുഖ ഉവാച കേട്ടാലും, എവിടെ സർവത്ര ഗോവിന്ദ കേട്ടാലും, ഏത് യാത്രയിലായാലും 10 മിനിറ്റെങ്കിലും ആ വേദിയിൽ ഇരുന്നൊന്ന് കേട്ടിട്ട് പോട്ടെ. പുസ്തകം കയ്യിലുണ്ടെങ്കിൽ ഒരു അധ്യായെങ്കിലും വായിക്കണത് നോക്കിയിരിക്കട്ടെ എന്ന് വിചാരിക്കുമ്പോ ദേവലോകത്ത് നിന്ന് മെനക്കെട്ട് വന്നിട്ടുണ്ട്. എന്നാ പിന്നെ വന്ന കൂട്ടത്തിൽ ഇവരുടെയൊക്കെ കൂടെ ഇരുന്ന് കേൾക്കുക, അത് തോന്നിയില്ല. ഒന്നും പറയാനില്ല. ദേവന്മാരെ നോക്കിയിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ദേവാൻ ജഹാസഹ, ദേവന്മാരെ നോക്കി ഒന്ന് ചിരിച്ചു ശ്രീശുഖൻ. അദ്ദേഹത്തിന് അത്രേ പറയാനുള്ളൂ. ചില സമയത്ത് പറയൂലോ, വാക്കുകളൊക്കെ തോൽക്കുന്നിടത്ത് മൗനം എന്ന് പറയുന്നത് നല്ലോണം പ്രവർത്തിക്കും. സൈലൻസ് ഈസ് മോർ പവർഫുൾ ദാൻ വേർഡ്സ് എന്ന് പറയും. ഇവിടെ അത്രയും നടത്തുള്ളൂ. ശ്രീശുഖൻ വേറെ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ആലോചിച്ചു, നല്ലപോലെ ആലോചിച്ചു. ബ്രഹ്മരാധോ വിചാര്യ ഈവം, ബ്രഹ്മരാധൻ ശ്രീശുഖൻ നല്ലപോലെ ആലോചിച്ചു. വസുധ, എവിടെയാണ് ഈ അമൃത്? കഥ, കഥ എവിടെ കിടക്കണു? ഭാഗവതം കഥ. കാജ മണിർമഹാൻ, കാക്കപ്പൊന്ന് അല്ലെങ്കിൽ മുക്കുപണ്ടം അല്ലെങ്കിൽ തിളങ്ങുന്ന ഒരു വസ്തു. കാജഹ, ഇത് മഹാരത്നത്തിനോട് എങ്ങനെയാ ഉപമിക്കാൻ പറ്റുക? അതെവിടെ കിടക്കണു? നല്ലോണം വിചാരിച്ചിട്ട് ഒരു ചിരി മാത്രം ചിരിച്ച് അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. മനസ്സിലായി അവർ അഭക്തന്മാരാണ്, ഭക്തി ഇല്ലാത്തവരാണ് എന്ന വിജ്ഞായ അറിഞ്ഞിട്ട് നദദൗ സ കഥാമൃതം, ആ ഭാഗവതമാകുന്ന കഥാമൃതത്തെ അവർക്ക് കൊടുത്തില്ല. അവിടെ ഒന്നുകൂടി ആദ്യം പറഞ്ഞതിനെ ഉറപ്പിച്ചു പറയുന്നു. ശ്രീമദ് ഭാഗവതീ വാർത്ത സുരാണാം അപി ദുർലഭ. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് സുരന്മാർക്ക് പോലും ദേവന്മാർക്ക് പോലും ദുർലഭമാണ്. എന്ന് എന്തുകൊണ്ടാ പറയണേന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ പോലെ ജന്മജന്മാന്തരങ്ങളായിട്ട് കുറെ നേടി വെച്ച പുണ്യം കൊണ്ടാണ് സ്വർഗത്തിലെ സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നത്. പക്ഷെ ആ പുണ്യമൊന്നും ഉണ്ടായാൽ പോരാ. എന്തിന്? ഭാഗവതം കിട്ടാൻ. ഭാഗവതം കിട്ടാൻ അതിന്റെ അപ്പുറത്തേക്ക് വേറെ എന്തോ ഒരു പുണ്യമൊക്കെ വേണം. ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്തു വെച്ച പുണ്യം ഇല്ലാതെ ഭാഗവതം കിട്ടില്ല. അതുകൊണ്ട് ആദ്യം പറഞ്ഞതിനെ ഈ അവസാനത്തെ ശ്ലോകം കൊണ്ട് സാധൂകരിക്കുകയാണ്. ശ്രീമദ് ഭാഗവതീ വാർത്ത സുരാണാം അപി ദുർലഭ. ദേവന്മാർക്ക് പോലും അത് ദുർലഭമാണ്, കിട്ടാൻ എളുപ്പമില്ല എന്നിരിക്കെ നമുക്ക് ഓരോരുത്തർക്കും ഭാഗവതം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ പരമമായ കാരുണ്യമാണ്. ആ ഭഗവാന്റെ പരമമായ കാരുണ്യം നമ്മുടെ ശിരസിൽ വീണപ്പോഴാണ് ശരിയായ ഒരു ഗുരുനാഥന്റെ കൃപ നമ്മൾക്ക് ഉണ്ടായത്, ഭാഗവതം നമ്മളുടെ കയ്യിൽ എത്തിയത്. ഇനി സൂതപൗരാണികൾ ഇവിടെ നിന്ന് ആ ശ്രദ്ധയെ വേറൊരു സംഭവത്തിലേക്ക് തിരിക്കുകയാണ്. 18ാമത്തെ ശ്ലോകം. രാധേശ്യാം. രാധേശ്യാം. പരീക്ഷിത് മഹാരാജാവിന് ശ്രീശുഖ ബ്രഹ്മർഷി കഥ പറയാൻ തുടങ്ങുന്നിടത്ത് ദേവന്മാര് വന്ന് തിരിച്ചു പോകുന്നതായ കാഴ്ചയടക്കം ബ്രഹ്മാദികളായ പലരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ദേവന്മാർക്ക് പോലും കിട്ടാത്ത ഭാഗവതം, അതിനെ കേട്ടുകൊണ്ട് പരീക്ഷിത് മഹാരാജാവ് 7ാം ദിവസം മോക്ഷം നേടിയത് ബ്രഹ്മാവ് കണ്ടു എന്ന് ഭാഗവതത്തിന്റെ മഹത്വത്തെ എടുത്തു പറയുന്നു. വീണ്ടും അടുത്ത ശ്ലോകം മുതൽ പദങ്ങൾ ശ്രദ്ധിക്കുക. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. 2 പേര് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ അവിടെ നല്ല കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല ഗ്രില്ലൊക്കെയാണ്. ഫാനിന് 3 ലീഫുണ്ട്. എനിക്ക് ഇത്രയും മനസ്സിലായുള്ളൂ, ആൾക്കാരെ മനസ്സിലായിട്ടില്ല. എന്ന് വെച്ചാൽ അവനവൻ ഇരിക്കുന്ന ക്യാമറയിൽ അവനവനെ കാണുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം.
നിങ്ങളെ ക്യാമറ വർക്ക് ചെയ്യണ്ടോ എന്ന് അറിയാനല്ലല്ലോ അത് ഓൺ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരുടെ പ്രശ്നമേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചു അല്ലാണ്ട് ചെക്ക് ചെയ്തിട്ട് അവനവന്റെയും കൂടി കാണുന്നു ഇല്ലാതാക്കണ്ട. രണ്ടുപേര് അതൊന്ന് ശ്രദ്ധിക്കൂ. ആരുടെയാണോ ക്യാമറയിൽ അവനവന്റെ ചിത്രം കാണാത്തത് നോക്കിയാൽ മതി. എന്തായാലും തുടങ്ങാം. രാജ്ഞഃ മോക്ഷം തഥാ വീക്ഷ്യ പുരാ ധാതാ ധാതാപി എന്നാണ് അവിടെ എഴുതിയിട്ടുണ്ടാവുക. ധാതാപി എന്ന് വായിക്കാൻ പറ്റില്ല, വായിക്കേണ്ടത് അപ്പൊ പറയാം. ധാതാ അപി വിസ്മിതഃ സത്യലോകേ തുലാം ബദ്ധ്വാ അതോലയത് സാധനാനി അജഹ. രാജ്ഞഃ മോക്ഷം തഥാ വീക്ഷ്യ. രാജാവിന് ഇപ്രകാരം ഈ ഭാഗവതം കേട്ടിട്ട് അതിലൂടെ മോക്ഷം കിട്ടുന്നത് കണ്ടിട്ട് പണ്ട് ധാതാ അപി വിസ്മിത, ബ്രഹ്മാവ് പോലും ആശ്ചര്യമുള്ളവനായിട്ട് മാറി. അദ്ദേഹത്തിന് ആശ്ചര്യത്തിനൊരു കാരണമുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാൽ ഭാഗവതം ഭഗവാൻ തന്നെ നേരിട്ട് അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തിട്ടുണ്ട്. ആ ഭാഗവതം ബ്രഹ്മാവിൽ നിന്ന് കൈമാറി വന്നിട്ടാണ് ഇപ്പൊ ശ്രീശുകൻ പരീക്ഷത്തിന് പാടുന്നതിലേക്ക് എത്തിയിട്ടുള്ളത്. ആ പരമ്പരയൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ആ ഭാഗവതം തന്നെ താൻ എന്നും 4 ശ്ലോകം കൊണ്ട് ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന അതേ ഭാഗവതം വിശദമായി കേട്ട് പരീക്ഷിത്ത് മോക്ഷം കിട്ടുന്ന കാഴ്ച കണ്ടപ്പോ ബ്രഹ്മാവിന് പോലും അത് ആശ്ചര്യത്തിന് വഴിയൊരുക്കി. അത്ര മഹത്വം ഉണ്ടോ എന്ന് ബ്രഹ്മാവ് അങ്ങനെ അതെന്നറിയാൻ വേണ്ടിയിട്ട് സത്യലോകേ തുലാം ബദ്ധ്വ, സത്യലോകത്തില് ഒരു തുലാസ്, യോഗശക്തി കൊണ്ടൊരു തുലാസ് കെട്ടിത്തൂക്കി. അതോലയത് സാധനാനി അജഹ, അജഹ എന്ന് പറഞ്ഞ ബ്രഹ്മാവ് സാധനങ്ങളെ അതിൽ തുലനം ചെയ്തു. സാധനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു തട്ടില്, തുലാസിന് 2 തട്ട്. അപ്പൊ ഒരു തട്ടില് ഭാഗവതം എടുത്തു വെച്ചു, മറ്റൊരു തട്ടില് വേദം, വേദത്തിന്റെ അംഗങ്ങള്, ശാസ്ത്രങ്ങള്, മറ്റു പുരാണങ്ങള്, ഇങ്ങനെ രചിക്കപ്പെട്ടതായ സകല ഗ്രന്ഥങ്ങളെയും മറ്റൊരു തട്ടിലെടുത്ത് വെച്ചു. ലഘൂനി അന്യാനി ജാതാനി ഗൗരവേണ ഇദം മഹത് തദാ ഋഷിഗണാഃ സർവേ വിസ്മയം പരമം യയുഹു. ബാക്കിയുള്ളല്ല അന്യാനി ലഘൂനി ജാതാനി, മറ്റുള്ളതെല്ലാം ലഘുക്കളായിട്ട് അവിടെ കാണപ്പെട്ടു. ഗൗരവേണ ഇദം മഹത്, അതിന്റെ ഘനം കൊണ്ട് ഇത് മഹത്വമുള്ളതായിട്ടും കാണപ്പെട്ടു. എന്ന് വെച്ചാൽ നേരെ വിപരീതമാണല്ലോ തുലാസ്. സാധാരണ ഒന്ന് ഉയർന്നു നിൽക്കുന്നു, ഒന്ന് താഴ്ന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാണ് എടുക്കുക വെച്ചാൽ തുലാസിൽ നേരെ മറിച്ചാണ്. ഏതാണോ താഴ്ന്നു നിൽക്കുന്നത് അതാണ് കേമം, ഉയർന്നു നിൽക്കുന്നതിന് ഭാരം കുറയുക ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭാഗവതം ഇരിക്കുന്നതിനാണ് ഘനം, അത് അങ്ങനില്ല. മറ്റു തട്ടുകളിലെല്ലാം എടുത്തു വെച്ചിട്ടും ആ തട്ടുകൾ താഴുന്നില്ല, അത് ഉയർന്നു നിൽക്കുന്നതായിട്ടേ ബ്രഹ്മാവിന് കണ്ടുള്ളൂ. അപ്പൊ അവിടെ ആ ഗ്രന്ഥത്തിന്റെ ഭാരത്തിനെ വെച്ചിട്ടല്ല തുലനം ചെയ്യുന്നത്, അതിന്റെ മഹത്വത്തെ വെച്ചുകൊണ്ടാണ് തുലനം ചെയ്യുന്നത്. അപ്പൊ അതിൽ മഹത്വം കൊണ്ട് ഭാഗവതം ഉയർന്നു നിൽക്കുന്നതായും മറ്റെല്ലാം ചേർന്ന് വന്നിട്ടും അത്രത്തോളം വരണില്ല എന്നുള്ള കാര്യവും ബ്രഹ്മാവിന് ബോധ്യപ്പെട്ടു. അത് കണ്ടപ്പോൾ തഥാ ഋഷിഗണാഃ സർവേ, ബ്രഹ്മലോകത്തിലുള്ളതായ സത്യലോകത്തിലുള്ളതായ അനവധി ഋഷീശ്വരന്മാരുണ്ട്, അവരടക്കം പരമം വിസ്മയം യയുഹു, പരമമായ ആശ്ചര്യത്തിലേക്ക് എത്തിച്ചേർന്നു. കാരണം അവരും ഭാഗവതമൊക്കെ അറിയുന്നവരാണ്. ഇത്രത്തോളം ചില കാര്യങ്ങളൊക്കെ നമ്മൾക്കും അറിയാം. ഭാഗവതത്തിന്റെ കാര്യം ഇവിടെ ഇരിക്കട്ടെ, പലതും നമുക്കും അറിയാം. നമുക്ക് അറിയുന്ന കാര്യങ്ങൾക്ക് ഇത്രയൊക്കെ മഹത്വം ഉണ്ട് എന്ന് ചില സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ബ്രഹ്മാവിനും അതെ, അവിടെയുള്ള ഋഷീശ്വരന്മാർക്കും അതെ, ഭാഗവതമൊക്കെ അറിയാമെങ്കിലും ഇത്രത്തോളം മഹത്വമുള്ളതായിരുന്നു ഇത് എന്ന് ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും ബോധ്യപ്പെട്ടതായ സംഭവമായി അത് എന്ന് പറയുകയാണ്. മേനിരേ, അടുത്ത ശ്ലോകത്തില് മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം കലൗ പഠനാത് ശ്രവണാത് സദ്യഃ വൈകുണ്ഠഫലദായകം. വൈകുണ്ഠഫലദായകം ഒറ്റ പദമാണ്. ഈ ഭാഗവതം എന്നുള്ളത് കലൗ, ഈ കലിയുഗത്തില് ഭാഗവതം ശാസ്ത്രം ഭഗവത് രൂപം ഇതി മേനിരേ. ഇതി എന്നുള്ളത് അവിടെ ഉണ്ടാവില്ല, നമ്മൾ കൂട്ടണം, അത്രയേ ഉള്ളൂ.
ഈ ഭാഗവതം എന്നതായിട്ടുള്ള ശാസ്ത്രം കലിയുഗത്തില് ഇതാണ് ഭഗവാന്റെ രൂപം എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഭഗവാന്റെ രൂപം ഇതാണ് കലിയുഗത്തിൽ. വേറൊരു അവതാരം കലിയുഗത്തിൽ കാണാനുള്ളത് കൽക്കി അവതാരമൊക്കെയാണ്. അത് കാണാണ്ടിരിക്കുക. അവതാരത്തിന് കുഴപ്പമുണ്ടായിട്ടില്ല, അത് കലിയുടെ അങ്ങേറ്റെത്തുമ്പോഴാണ്. അന്ന് നമ്മൾ ജീവനോട് ഉണ്ടാവണമല്ലോ അത് കാണാൻ. അന്ന് ജീവിക്കുന്നതിനേക്കാളും ഭേദം ഈ ജന്മം കൊണ്ട് ഭാഗവതം പഠിച്ചങ്ങോട്ട് എത്തുക. അപ്പൊ അതുകൊണ്ട് ഈ കലിയുഗത്തിൽ എല്ലാവർക്കും ആശ്രയിക്കാൻ പാകത്തിനുള്ള ഭഗവാന്റെ സ്വരൂപം എന്ന് പറയുന്നത് ഭാഗവതമാണ് എന്ന് അവർക്ക് മനസ്സിലായി. അവരങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു. പഠനാത് ശ്രവണാത്, ഇത് പഠിക്കുന്നതിലൂടെ അതുപോലെ കേൾക്കുന്നതിലൂടെ സദ്യ, വളരെ പെട്ടെന്ന് തന്നെ, സദ്യ വെച്ചാൽ മലയാളത്തിലെ സദ്യയല്ല, സദ്യ പെട്ടെന്ന് എന്നാണ് അതിന്റെ അർത്ഥം. സദ്യ വൈകുണ്ഠഫലദായകം, വളരെ പെട്ടെന്ന് വൈകുണ്ഠഫലത്തെ നമ്മൾക്ക് നൽകുന്നതാണ് ഭാഗവതം എന്നത് അവർക്ക് ബോധ്യം വന്നു. സപ്താഹേന ശ്രുതം ച ഏതത് സർവഥാ മുക്തിദായകം സനകാദ്യൈഹി പുരാ പ്രോക്തം നാരദായ ദയാപരൈഹി. ഈ സപ്താഹ ശ്രവണം എന്നതുകൊണ്ട്, ഇത് സപ്താഹ ശ്രവണം എന്നുള്ളത് സർവഥാ മുക്തിദായകം, സപ്താഹ ശ്രവണത്തിലൂടെ മനസ്സിലായിട്ടുണ്ട് എപ്പോഴും ഇത് മുക്തിയെ നൽകുന്നതാണ് എന്നുള്ള കാര്യം. ഭാഗവത സപ്താഹം കേൾക്കുക എന്നുള്ളത് എല്ലാ പ്രകാരത്തിലും മോക്ഷത്തെ നൽകുന്നതാണ് എന്നത് സനകാദ്യൈഹി, സനകാദി മഹർഷിമാരാൽ പുരാപ്രോക്തം, പണ്ട് പറയപ്പെട്ടിട്ടുള്ളതാണ്. അവരെങ്ങനെയുള്ളവരാണ്? ദയാപരൈഹി സനകാദ്യൈഹി, ദയയുള്ളവരായ സനകാദി മഹർഷിമാർ. വളരെ ദയാലുക്കളാണ് അവര്. അവരുടെ ദയയാണ് ഈ പുരാണം ഇങ്ങനെ പ്രചരിക്കാൻ വഴിയായത് എന്നർത്ഥം. അപ്പൊ ദയാലുക്കളായ സനകാദി മഹർഷിമാരാൽ നാരദായ പുരാപ്രോക്തം, നാരദനായിക്കൊണ്ട് ഈ ഭാഗവതം എന്നത് പണ്ട് പറയപ്പെട്ടിട്ടുള്ളതാണ്. യതി അപി ബ്രഹ്മസംബന്ധാത് ശ്രുതം ഏതത് സുരഋഷിണ സപ്താഹശ്രവണവിധി കുമാരൈഹി തസ്യ ഭാഷിതഃ. പണ്ട് ഈ പറഞ്ഞ ഭാഗവതത്തിനെ ഏതത് സുരഋഷിണ ബ്രഹ്മസംബന്ധാത് ശ്രുതം യദ്യപി, ബ്രഹ്മാവിൽ നിന്ന് നേരിട്ട് നാരദ മഹർഷി, സുരഋഷി എന്ന് പറഞ്ഞാൽ ദേവഋഷി അഥവാ നാരദ, ബ്രഹ്മാവിൽ നിന്ന് നേരിട്ട് നാരദ മഹർഷി ശ്രുതം യദ്യപി, കേട്ടിട്ടുള്ളതാണ് ഇത് എങ്കിലും, എന്ന് വെച്ചാൽ ബ്രഹ്മാവ് നേരിട്ട് നാരദ മഹർഷിക്ക് ഭാഗവതം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എങ്കിലും സപ്താഹശ്രവണ വിധി, ഈ ഭാഗവതം എന്നത് 7 ദിവസമായിട്ട് കേൾക്കുന്നതായ ആ ശ്രവണ വിധിയെ കുമാരൈഹി തസ്യ ഭാഷിതഃ, സനകാദി മഹർഷിമാരാണ് നാരദനായിട്ട് പറഞ്ഞു കൊടുക്കലുണ്ടായിട്ടുള്ളത്. അതായത് ഭാഗവതം നാരദ മഹർഷി കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉപദേശം കിട്ടിയിട്ടുണ്ട് ബ്രഹ്മാവിൽ നിന്ന്. പക്ഷെ ഭാഗവത സപ്താഹം എന്നതിന്റെ ശ്രവണ വിധിയെ നാരദന് പറഞ്ഞു കൊടുത്തത് സനകാദി മഹർഷിമാരാണ് എന്ന് സൂതപൗരാണികൻ പറഞ്ഞു വെച്ചു. അപ്പൊ ശൗനകാദി മഹർഷിമാരുടെ ചോദ്യം വന്നു. ലോകവിഗ്രഹമുക്തസ്യ നാരദസ്യ അസ്ഥിരസ്യ ച വിധിശ്രവേ കുതഃ പ്രീതിഹി സംയോഗഃ കുത്ര തൈഹി സഹ. ശൗനകാദികളുടെ ചോദ്യം, നാരദനെ പറയുകയാണ് അവര്. നാരദൻ എന്ന് പറഞ്ഞാൽ അസ്ഥിര, അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരാളല്ല, ഇങ്ങനെ നടക്കും, ലോകം മുഴുവൻ സഞ്ചരിക്കലാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം. പോരാതെ ലോകവിഗ്രഹമുക്തൻ എന്നാണ് അദ്ദേഹത്തിനെ പറയുക. ലോകത്തിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളെ തീർക്കുന്ന ആള്. അദ്ദേഹത്തിന്റെ ഒരു രീതി എങ്ങനെയാന്ന് ചോദിച്ചാൽ പ്രശ്നം ഉണ്ടാക്കുക എന്നിട്ട് തീർക്കുക, അങ്ങനെയാണ് നാരദൻ. ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാക്കും, അപ്പൊ അത് വലിയ പ്രശ്നത്തിലേക്ക് എത്തും, അതോടുകൂടിയിട്ട് അവരെല്ലാ പ്രശ്നവും തീരും. അതിന് അങ്ങനത്തെ ഒരാളാണ് നാരദ മഹർഷി. അത് അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ്. വല്ലാതെ കുഴപ്പമാക്കുക എന്നിട്ട് എല്ലാ കുഴപ്പവും കൂടി തീർക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് നാരദൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ, അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടുള്ള 2 കാര്യം അതാണ്. ഒന്ന്, ആൾക്കാരുടെ കുഴപ്പം കണ്ടുപിടിച്ചിട്ട് കൂടുതൽ കുഴപ്പമാക്കുക എന്നിട്ട് നേരെയാക്കുക. പിന്നെ ഒരു അതിങ്ങനെ കുഴപ്പമാക്കിയിട്ട് പോകും, പിന്നെ എപ്പോഴെങ്കിലും വന്ന് നേരെയാക്കും. ഇങ്ങനെയൊക്കെയാണ് പതിവ്. അങ്ങനെ പലയിടങ്ങളിൽ സഞ്ചരിക്കുന്നവനും ഇങ്ങനെയൊക്കെയുള്ള ഒരാള് ഒന്നും പറയാണ്ട്, നാരദൻ ഒന്നും പറയാണ്ടിരിക്കില്ല. അദ്ദേഹമാണ് എല്ലാത്തിൻ്റെ മുമ്പ് കയറി വർത്തമാനം പറയുക.
ആ ആൾ ഇവിടെ ഒന്നും പറയാതെ വിധിശ്രവേ കുതഃപ്രീതി, കേൾക്കുന്ന കാര്യത്തില് സപ്താഹ ശ്രവണ വിധിയെ കുറിച്ച് കേൾക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് എങ്ങനെ സന്തോഷം ഉണ്ടായിന്ന. അതെങ്ങനെ മുന്നാണ്ട് കേട്ടിരിക്കുന്ന സ്വഭാവം നാരദനില്ല, പറയുന്ന സ്വഭാവക്കാരനാണ്. മറ്റൊന്ന് സ്ഥിരമായിട്ടിരിക്കുന്ന സ്വഭാവം നാരദനില്ല, പലയിടത്തും സഞ്ചരിക്കുന്ന സ്വഭാവക്കാരനാണ്. അദ്ദേഹം ഒരിടത്ത് ഇരുന്നത് കേട്ടതെങ്ങനെ, അതിൽ അദ്ദേഹം എങ്ങനെ സന്തോഷിച്ചു, അല്ലെങ്കിൽ എത്ര ഇഷ്ടമായിട്ട് അദ്ദേഹം അത് കേൾക്കാണ്ടായ കാരണം എന്താ? സംയോഗ കുത്ര തൈഹി സഹ, എവിടെ വെച്ചിട്ടാണ് ഈ സനകാദികളുമായിട്ട് അദ്ദേഹം കണ്ടുമുട്ടാൻ ഇടയായത്, അവരുടെ സംയോഗം എവിടെ സംഭവിച്ചു? ശൗനകാദി മഹർഷിമാർക്ക് സൂതൻ മറുപടി പറയുന്നു, അത്ര തേ കീർത്തയിഷ്യാമി ഭക്തിയുക്തം കഥാനകം സുഖേന മമ യത് പ്രോക്തം രഹ ശിഷ്യം വിചാര്യ ച. ഞാൻ നിങ്ങൾക്കായിട്ട് കീർത്തനം ചെയ്യാം, അല്ലെങ്കിൽ പറഞ്ഞു തരാം, ഭക്തിയുക്തം കഥാനകം, ഭക്തിയോടുകൂടിയ ഭക്തി നിറഞ്ഞതായിട്ടുള്ള ആ കഥയെ ഞാൻ പറഞ്ഞു തരാം. അത് സുഖേന മമ യത് പ്രോക്തം, ശ്രീശുഖ ബ്രഹ്മഋഷിയാൽ എനിക്ക് പറയപ്പെട്ടത് ഏതൊന്നാണോ അതിനെ പറഞ്ഞു തരാം. അതെങ്ങനെ? രഹസ്യം വിചാരിച്ച, തന്നെ ഏറ്റവും അടുത്തൊരു ശിഷ്യനായി കണ്ടുകൊണ്ട്, രഹഹ വളരെ രഹസ്യമായിട്ടിരുന്നൊരു കാര്യമാണ്. അതെങ്ങനെയാണ്? രഹസ്യമായ അറിവുകളെ പോലും വത്സര ശിഷ്യന്മാർക്ക് ഗുരുനാഥന്മാര് രഹസ്യമായിട്ട് തന്നെ ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളൊരു സമ്പ്രദായം പണ്ട് മുതലേ ഉണ്ട്. അക്കൂട്ടത്തിൽ എനിക്ക് കിട്ടിയതായ, ഞാനൊരു ഉത്തമ ശിഷ്യനാണെന്നൊക്കെ തോന്നിയത് കൊണ്ടാവാം, അതുകൊണ്ട് രഹസ്യമായിട്ടുള്ള ഒന്നിനെ എന്നോട് ഗുരുനാഥനായ ശ്രീശുഖ ബ്രഹ്മഋഷി തന്നെ പറഞ്ഞു തന്നതായിട്ടുള്ള ആ കഥയെ ഞാനിതാ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ടൊരു സംഭവത്തിനെ പറയുന്നു. ഏകദാ ഹി വിശാലായ ചത്വാരഃ ഋഷയഃ അമരാഃ സത്സംഗാർത്ഥം സമായാതാഃ ദദൃശുഃ തത്ര നാരദം. ഏകദാ ഒരിക്കൽ, വിശാലായാം, വിശാല എന്നതൊരു വലിയ പട്ടണമാണ്. അത് ബദരികാശ്രമത്തിലുള്ളതായ പട്ടണമാണ്. ഇന്നിപ്പോ അത് കാണില്ല. പണ്ടത്തെ വിശാല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാ കാണുക. വിശാല എന്നുള്ളതിനെ നദിയായിട്ടും പറയുന്നുണ്ട്. എന്തായാലും വിശാല എന്നതായ ഇത്രയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വിശാല എന്ന പണ്ടറിയപ്പെട്ടിരുന്ന പട്ടണത്തിലൂടെ ഒഴുകുന്നതായിട്ടുള്ള നദി വിശാല നദി. ആ നദി ഒഴുകുന്ന പട്ടണം വിശാല പട്ടണം. ഇത് രണ്ടും ബദരികാശ്രമത്തിലാണ്, ഹിമാലയത്തിലാണ്. വ്യാസ മഹർഷിയുടെ ആശ്രമത്തിന്റെ ഒക്കെ പരിസരങ്ങളിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത് വരിക. അപ്പൊ അവിടെയൊക്കെ ഒരിക്കൽ അമലാഹ ഋഷയഃ, വളരെ ശുദ്ധ മനസ്സുള്ളവരായിട്ടുള്ള ചത്വാരഹ ഋഷയഃ, 4 പേരായ ആ ഋഷീശ്വരന്മാർ, സനകാദികൾ എന്ന് പറയുമ്പോൾ സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ എന്ന 4 പേര് ചേരുന്നവരാണ് ഈ സനകാദികൾ. 88,000 പേര് ചേർന്നവരാണ് ശൗനകാദികൾ എന്ന് പറയുന്ന പോലെ. സനകൻ തുടങ്ങിയവർ എന്നാണ് സനകാദികൾ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അവരുടെയൊക്കെ അവതാരത്തെ കുറിച്ച് നമ്മൾ ഇനി കേൾക്കും. ഭാഗവതത്തിലേക്ക് കടക്കുമ്പോൾ 3-ാമത്തെ അധ്യായത്തിലും 12-ാമത്തെ അധ്യായത്തിലൊക്കെ വിസ്തരിച്ചത് പറയുന്നുണ്ട്. എന്തായാലും ആ സനകാദി മഹർഷിമാര് സത്സംഗത്തിനായിക്കൊണ്ട് ബദരികാശ്രമത്തിലുള്ളതായ വിശാലയില് ഒരിക്കൽ എത്തിച്ചേർന്നപ്പോൾ തത്ര നാരദം ദദൃശുഃ, നാരദ മഹർഷിയെ അവിടെ അവർ കണ്ടപ്പോ പതിവുള്ള ഒരു നാരദനെ അല്ല അവരവിടെ കണ്ടത്. അത് ശ്ലോകത്തിൽ പറയണ്ട, അവരുടെ ചോദ്യത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവും. കുമാരാ ഊചുഹു, അവിടെ ശ്രദ്ധിക്കുക. ഇതുവരെ നമ്മൾ കണ്ടതൊക്കെ ഉവാച എന്ന വാക്കാണ്. ഇവിടെ ഊചുഹു എന്നുള്ളതാണ് വാക്ക്. ഉവാച എന്ന് പറയുന്നത് ഒരാള് പറഞ്ഞു എന്നുള്ളതിന്റെ ഏകവചനമാണ്. ഊചുഹു എന്ന് പറയുമ്പോൾ ബഹുവചനാണ്. പറഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥമുള്ളൂ. ഇപ്പൊ കുമാരാഹ ഊചുഹു എന്നാണ് അവിടെ വാക്ക്. കുമാരഹ എന്ന് പറഞ്ഞാൽ ഒരാള്, സൂതഹ ഒരാള്, ശൗനകഹ ഒരാള്. അപ്പോഴൊക്കെ ഉവാചയെ വേണ്ടു. കുമാരാഹ എന്ന് പറഞ്ഞാൽ കുമാരഹ, കുമാരൗ, കുമാരാഹ എന്ന് സിദ്ധരൂപം. കുമാരൻ, 2 കുമാരന്മാർ, 2-ലധികം കുമാരന്മാർ എന്ന് വരുമ്പോ കുമാരാഹ എന്നാണ് ആ വാക്ക് വരിക. ഞാൻ ഇപ്പൊ ഗ്രാമർ ഒന്നും പഠിപ്പിക്കുന്നില്ല. കുമാരാഹ ഊചുഹു. അപ്പൊ അവിടെ ഊചുഹു എന്ന് ബഹുവചനത്തിൽ വേണം ഉപയോഗിക്കാൻ. പക്ഷെ നേരത്തെ പറഞ്ഞ കാര്യത്തിന് മാറ്റമില്ല. സൂത ഉവാച എന്ന് വരാതെ സൂത ഉവാച എന്ന് നമ്മൾ ചൊല്ലി ശീലിച്ചിട്ടുള്ളത് പോലെ തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ പഠതൂല് വന്നിട്ട് അങ്ങനെ ആക്കിയതുപോലെ
കുമാരാവു എന്ന് വരാരുത്. കുമാരാ ഊച്ചുഹു എന്ന് സ്പേസ് ഇട്ടിട്ട് തന്നെ വേണം ചൊല്ലാൻ. ഊചു എന്ന് വിസർഗത്തോട് കൂടിയിട്ടോ ഊച്ചുഹു എന്ന രീതിയിൽ ഉച്ചരിച്ചുകൊണ്ടോ വേണം അത് ചൊല്ലാൻ. ബാക്കി ഇനി പാരായണത്തിന്റെ കാര്യം പറയുമ്പോൾ അവിടെ പറയാം. അവരുടെ ചോദ്യം: കഥം ബ്രഹ്മൻ ദീനമുഖഃ കുതഃ ചിന്താതുരഃ ഭവാൻ ത്വരിതം ഗമ്യത്തെ കുത്ര കുതഃ ച ആഗമനം തവ. അവർ ചോദിക്കുകയാണ്, കഥം ബ്രഹ്മൻ ദീനമുഖഃ, എന്തുകൊണ്ടാണ് അങ്ങ് ദീനമുഖനായിട്ട് ഇരിക്കുന്നത്? കുതഃ ചിന്താതുരഃ ഭവാൻ, എന്തുകൊണ്ടാണ് അങ്ങ് ചിന്താതുരനായിട്ട് ഇരിക്കുന്നത്? എന്ത് കാരണമാണ്? അങ്ങ് ചിന്തയിൽ മുഴുകിയിരിക്കുകയാണല്ലോ. ത്വരിതം ഗമ്യതേ കുത്ര, ത്വരിതം കുത്ര ഗമ്യതേ, അങ്ങ് എവിടേക്കാണ് ധൃതി പിടിച്ചു പോകുന്നത്? കുതഃ ച ആഗമനം തവ, എവിടെ നിന്നാണ് അങ്ങയുടെ ഈ വരവ്? ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം, നാരദൻ സാധാരണ ഒരാളായിട്ടല്ല. സാധാരണ നാരദ മഹർഷി എപ്പോഴും സന്തോഷമായി നാരായണ നാമം ജപിച്ച് നടക്കുന്നതേ കാണും. ഇവിടെ അദ്ദേഹം എന്തോ ഒരു ആധിയിലിരിക്കുന്നതായിട്ടും മുഖം വാടിയിരിക്കുന്നതായിട്ടും ആകെ ഒരു പരിഭ്രമം. എവിടെ നിന്നൊക്കെയോ വരുന്നു, എങ്ങോട്ടോ പോണു, പോവാൻ തിടുക്കപ്പെടുന്നു. ഇതൊക്കെ അവർക്ക് ഒരു നോട്ടത്തിൽ മനസ്സിലായി. അത് അവർ ചോദിച്ചു. അപ്പൊ അതിന് മാത്രല്ല അവര് പറയുന്നു, ഇദാനീം ശൂന്യചിത്തഃ അസി ഗതവിത്തഃ യഥാ ജനഃ തവ ഇദം മുക്തസംഗസ്യ ന ഉചിതം വദ കാരണം. ഇദാനീം, ഇപ്പോ അങ്ങയെ കണ്ടാൽ ഏതുപോലെയുണ്ട്? ഗതവിത്തഃ യഥാ ജനഃ, എങ്ങനെയാണോ സാധാരണ ഒരുത്തൻ അവന്റെ കയ്യിലുള്ള എല്ലാ ധനവും നഷ്ടപ്പെട്ടിട്ട് അയ്യോ എന്ന് പറഞ്ഞിരിക്കുക, അതുപോലെയാണ് ശൂന്യചിത്തഃ അസി, അങ്ങയുടെ മനസ്സാകെ ശൂന്യമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. ഒരു എല്ലാം നഷ്ടപ്പെട്ട പോലെയോ ഒന്നും കിട്ടാത്തത് പോലെയോ അങ്ങനെയുള്ളൊരു ഭാവത്തിലാണ് അങ്ങയെ കണ്ടാൽ തോന്നുന്നത്. അങ്ങാണെങ്കിൽ മുക്ത സങ്കനം, ഒന്നിനോടും ബന്ധമില്ല. എന്തിനോടൊക്കെ ബന്ധമുള്ളവനാണല്ലോ അയ്യോ നഷ്ടമായില്ലോ എന്ന് തോന്നാൻ. ഒന്നിനോടും ബന്ധമില്ലാതെ മുക്ത സങ്കനായിട്ട് നടക്കുന്ന അങ്ങയ്ക്ക് ഇതൊന്നും ഇതം ന ഉചിതം, ഇത് അങ്ങയ്ക്ക് ഉചിതമായതല്ല. നാരദൻ മുഖം വാടിയിരിക്കുക അതൊട്ടും യോജിച്ചതായിട്ടുള്ളൊരു ഭാവമല്ല. എന്തോ ഒരു പ്രശ്നമുണ്ട്. വദ കാരണം, അങ്ങയുടെ കാരണത്തെ അങ്ങ് പറയും. ഇതിന്റെ കാരണം എന്താണോ അത് പറയൂ എന്ന് പറഞ്ഞപ്പോഴാണ് നാരദ മഹർഷി ഒരു സംഭവത്തെ സനകാദികളോടായിട്ട് പറഞ്ഞു കേൾപ്പിക്കുന്നത്. അതിന്റെ തുടക്കവും കൂടി ആ കുറച്ച് ശ്ലോകങ്ങളും കൂടി നമുക്ക് കടന്നു പോവാം. വളരെ എളുപ്പമുള്ളതായിട്ടുള്ള ശ്ലോകങ്ങളാണ്. കുറേയധികം പുണ്യതീർത്ഥങ്ങളുടെയൊക്കെ പേരുകളാണ്. നാരദ മഹർഷി പറയുന്നു, അഹം തു പൃഥിവീം യാതഃ ജ്ഞാത്വാ സർവോത്തമാം ഇതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ. കുറച്ച് ശ്ലോകങ്ങൾ ഒരുമിച്ച് പദം പറയാം, എന്നിട്ട് ഒരുമിച്ച് അർത്ഥം പറയാം, അതാവും സൗകര്യം. ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, ശ്രീരംഗം, സേതുബന്ധനം, ഏവം ആദിഷു തീർത്ഥേഷു ഭ്രമമാണഃ ഇതഃ തതഃ. ഈ രണ്ട് ശ്ലോകങ്ങളിൽ കുറെ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ പേര്, തീർത്ഥങ്ങളുടെ പേര് പറയുക. നാരദൻ പറയുന്നു, അഹന്തു പൃഥിവീം യാതഃ, ഞാൻ ഭൂമി മുഴുവൻ സഞ്ചരിക്കുകയായിരുന്നു. സർവോത്തമാം ഇതി ജ്ഞാത്വ, ഏറ്റവും ഉത്തമമായത് ഈ ഭൂമിയാണല്ലോ എന്നറിഞ്ഞുകൊണ്ട് ഭൂമി മുഴുവൻ ഞാൻ സഞ്ചരിച്ചു. അത് സഞ്ചരിച്ച സ്ഥലങ്ങളാണ് ഈ പറഞ്ഞത്: പുഷ്കരം, പ്രയാഗം, കാശി, ഗോദാവരി, ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, ശ്രീരംഗം, സേതുബന്ധനം എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ സഞ്ചരിച്ചു. ഇതിനുണ്ട് ഇടയിലുള്ള ച എന്നൊക്കെ കാണുന്നത് അവിടെയും എന്നുള്ള അർത്ഥത്തിലാണ്. ഇംഗ്ലീഷിൽ ആൻഡ് എന്ന് എഴുതുന്നത് പോലെയാണ് പ്രയാഗം ആൻഡ് കാശി ആൻഡ് ഗോദാവരി. ഇത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം. ആ ച എന്നുള്ളതിന്റെ അർത്ഥം അതാണ്. തഥ എന്ന് പറഞ്ഞാൽ അപ്രകാരം. അപ്രകാരം ഹരിക്ഷേത്രത്തിലും കുരുക്ഷേത്രത്തിലും ശ്രീരംഗത്തിലും സേതുബന്ധനത്തിലും പോയി. ഏവം, ഇപ്രകാരം ആദിഷു തീർത്ഥേഷു ഭ്രമമാണഃ ഇതഃ തതഃ, ഇങ്ങനെ ഞാൻ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അങ്ങിങ്ങായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. എന്നിട്ടുണ്ടായത് എന്താ? ന അപശ്യം കുത്രചിത് ശർമ്മ മനസ്സന്തോഷകാരകം കലിന അധർമ്മമിത്രേണ ധരാ ഇയം ബാധിത
അദ്ഭുത. നാരദൻ പറയുന്നു, എവിടെയും കുത്രജിത് ഒരിടത്ത് പോലും മനസ്സന്തോഷകാരകം നാപശ്യ, മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒന്നുപോലും ഞാൻ കണ്ടില്ല. കണ്ടതൊന്ന് വേറൊന്നും. കലിന അധർമ്മമിത്രയാണ്, അധർമ്മത്തിന്റെ മിത്രമായ അല്ലെങ്കിൽ അധർമ്മം തന്നെ മിത്രമായിട്ടിരിക്കുന്നവനായ കലിയെ കണ്ടു. ഇയം ധര അധുനാ ബാധിത, ഈ ഭൂമി മുഴുവൻ ആ കലിയാൽ ഇപ്പോൾ ബാധിക്കപ്പെട്ടതായിട്ടാണ് ഞാൻ കണ്ടത്. ആ കലി ബാധിച്ചത് കൊണ്ട് എന്തൊക്കെയാ അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് പിന്നെ നാരദൻ പറയുക. സത്യം ന അസ്തി തപഃ ശൗചം ദയാ ദാനം ന വിദ്യത്തെ ഉദരം ഭരിണോ ജീവാഹ വരാകാഹ കൂട്ടഭാഷിണഃ. ഇപ്പൊ എന്റെ വായിൽ വന്ന പോലെ എല്ലാവർക്കും വായിൽ വരാം. വരാഹാഹ എന്ന് വായിൽ വരാൻ എളുപ്പമുണ്ട്, അല്ല വരാകാഹ എന്നാണ് ശ്രദ്ധിക്കുക. സത്യം ന അസ്തി, എവിടെയും സത്യമില്ല. തപസ് ശൗചം ദയാദാനം തുടങ്ങിയതൊന്നും എവിടെയും കാണപ്പെടുന്നില്ല. ഉദരം ഭരിണോ ജീവാഹ, ഇപ്പൊ ചിലത് കാണണില്ല, ചിലത് കാണുന്നുണ്ട്. അതിനെയാണ് നാരദൻ പറയാ ഉദരം ഭരിണോ ജീവാഹ. ആൾക്കാർ മുഴുവൻ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുക എന്നല്ലാതെ ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടെന്നോ ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നോ ഒരു ചിന്തയുള്ളവരെ ആരെയും കണ്ടില്ല. പരാകാഹ കൂട്ടഭാഷിണഃ, ഒക്കെ നിസ്സാരന്മാരായിട്ട് കാണപ്പെടുന്നു. നിസ്സാരന്മാരെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഉള്ള സാധ്യത ഈ ലോകത്തിൽ ഒരു ജീവിക്കില്ല. അവന് ഈശ്വരൻ എന്ന ലക്ഷ്യത്തിലേക്ക് വരെ എത്താം, പക്ഷെ അതിലേക്കൊന്നും ആർക്കും താല്പര്യമില്ല. നിസ്സാരമായ ലൗകികമായ വിഷയങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവരായതുകൊണ്ടാണ് നിസ്സാരന്മാര് എന്ന് പറഞ്ഞത്. കൂട്ടഭാഷിണഃ, അതിനു വേണ്ടിയിട്ട് എന്ത് കളവും പറയുന്ന ആൾക്കാര്. മന്ദാഹ, ആലസ്യമുള്ളവര്. സുമന്ദമതയ, ബുദ്ധി ഈശ്വരനിലേക്ക് വേണ്ട പോലെ പ്രവർത്തിക്കാത്ത മന്ദബുദ്ധികള്. മന്ദഭാഗ്യാഹ, ഭാഗ്യമില്ലാത്തവര്. മന്ദഭാഗ്യാഹി ഉപദ്രുതാഹ എന്ന് ആണ് ഇതിൽ എഴുതിയിട്ടുണ്ടാവുക. പദം പിരിക്കുമ്പോ മന്ദഭാഗ്യാഹ എന്ന് വിസർഗിടണം. ഹി എന്ന് അതിനിടയിൽ ഒരു വാക്കുണ്ട്, ഉപദ്രുതാഹ എന്ന് അടുത്ത വാക്കുണ്ട്. ഇതൊന്നും പാരായണം ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ല, ആരും വിസർഗം ഒന്നും അവിടെ ഇട്ട് വെക്കണ്ട. ഉപദ്രുതാഹ, ഉപദ്രവിക്കപ്പെടുന്നവർ, ഉപദ്രവിക്കുന്നവർ രണ്ടും ഉണ്ട്. അതായത് ശക്തിയുള്ളവനില്ലാത്തവനെ ഉപദ്രവിക്കുന്നു, ശക്തി ഇല്ലാത്തവൻ ശക്തി ഉള്ളവനാൽ ഉപദ്രവിക്കപ്പെടുന്നു എന്നൊരർത്ഥമുണ്ട്. കലിയാൽ എല്ലാവരും ഉപദ്രവിക്കപ്പെടുന്നവരാണ് എന്നും ഒരർത്ഥമുണ്ട്. പാഖണ്ഡ നിരതാഹ സന്തഹ, സജ്ജനങ്ങൾ എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്, അവരൊക്കെ വേദവിരുദ്ധമായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവരായിട്ട് മാറി. വിരക്താഹ സപരിഗ്രഹാഹ, അതുപോലെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഭംഗിയായിട്ട് ദാമ്പത്യധർമ്മം അനുഷ്ഠിക്കേണ്ടവര് അതിലൊക്കെ വിരക്തിയുള്ളവരൊക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത്. കുടുംബജീവിതത്തിനോട് വിരക്തിയൊക്കെ വേണ്ടേ ഒരു കാലം കഴിഞ്ഞാൽ ചോദിച്ചാൽ വേണം, പക്ഷെ ഇതിനോട് വിരക്തി ഉണ്ടായിട്ട് വേണ്ടാത്ത കുറെ എണ്ണത്തിനോട് ആസക്തി ഉണ്ടാവുകയാണ്. അതുകൊണ്ട് കുടുംബം വേണ്ട. എന്തിന്റെ പേരിൽ? ഈ പറഞ്ഞ പോലെ ധനം സമ്പാദിക്കുക, അങ്ങനെയുള്ള പല പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട്. ഇപ്പൊ നമുക്ക് പുറത്ത് നോക്കിയാൽ കാണുന്നതായിട്ടുള്ള കാഴ്ചയാണ്. ഇപ്പൊ ഭാര്യ വേറെ വഴിക്ക് ജോലിക്ക് പോവുക, ഭർത്താവ് വേറെ വഴിക്ക് ജോലിക്ക് പോവുക, കുട്ടികൾ വേറെ വഴിക്ക് സ്കൂളിൽ പോവുക. 3 മാസം കൂടുമ്പോ എല്ലാവരും കൂടി ഒന്ന് കാണും. എന്തിനാ ഈ ഓട്ടം ചോദിച്ചാൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാ ഓട്ടം. കുടുംബജീവിതം അല്ലേ എന്ന് ചോദിച്ചാൽ ആണേനും. ഈ ജാതിയൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് വെച്ചാൽ ഇത് നാരദൻ അന്ന് കണ്ടു. അതിനെയാ പറയുന്നത് വിരക്തിയുള്ളവരായിട്ട് കാണപ്പെടുന്നു. എന്താണ് ഒരു കുടുംബത്തിൽ വേണ്ടത്? ആ ഐക്യം അവിടെ ഇല്ല, ഒരുമിച്ച് ഈശ്വര ഭജനം എന്നുള്ളത് നടക്കണില്ല. ഇങ്ങനെയുള്ളതായ കുടുംബജീവിതം നയിക്കുന്ന വെച്ചാൽ ഇതൊക്കെ നാരദന്റെ കാഴ്ചപ്പാടില് ഗാർഹസ്ഥ്യ ധർമ്മത്തെ അവതാളത്തിലാക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് കാണുന്നത്. തരുണീ പ്രഭുതാഗേഹേ, സ്ത്രീകളുടെ ആധിപത്യം ഗൃഹങ്ങളിൽ ഉണ്ടാവുന്നു. സ്യാലകോ ബുദ്ധിദായക, സ്യാലകന്മാർ എന്ന് വെച്ചാൽ കോമാളികളായിട്ടുള്ള ആൾക്കാരാണ് മറ്റുള്ളവർക്ക് ബുദ്ധി ഉപദേശിക്കുന്നത്. കന്യാവിക്രയണോ ലോഭാത്, ലോഭം കൊണ്ട് ധനം ഉണ്ടാവണം എന്ന ആഗ്രഹത്തിന് വിൽക്കാൻ ഇനി ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ട് തോന്നുന്നത് സ്വന്തം മക്കളെയാണ് എന്ന് കാണുമ്പോൾ അച്ഛനമ്മമാര് മക്കളെ വിൽക്കുന്നതായിട്ടുള്ള, പ്രത്യേകിച്ചും പെൺകുട്ടികളെ വിൽക്കുന്നതിലേക്ക് ധനം എന്നതിനോടുള്ള മോഹം കൊണ്ടെത്തിയിരിക്കുന്നു. ദമ്പതീനാംച കൽക്കനം, ദമ്പതികൾ തമ്മിൽ തല്ലുന്നു. ആശ്രമാഹ യവനൈഹി രുദ്ധാഹ തീർത്ഥാനി സരിതഃ തഥാ, ആശ്രമങ്ങള് അതുപോലെ തന്നെ തീർത്ഥങ്ങള് സരിത്തുക്കള്
ഇതൊക്കെ തന്നെ യവനൈഹി രുദ്ധാഹ, യവനന്മാരാൽ തടയപ്പെട്ടു, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലായി. യവനന്മാരെന്ന് പറഞ്ഞാൽ പാശ്ചാത്യന്മാര് ഭാരതീയ സംസ്കാരം തൊട്ടു തീണ്ടാത്തവരാണ് ആശ്രമങ്ങൾ കയ്യേറുന്നതും തീർത്ഥാടന കേന്ദ്രങ്ങൾ കയ്യേറുന്നതുമായിട്ട്. അപ്പൊ എന്താ വെച്ചാൽ അവിടെ എത്തുമ്പോൾ നല്ല നല്ല സംസ്കാരങ്ങളില്ല, നല്ല രീതിയിലുള്ള സത്സംഗങ്ങളില്ല. ദേവതായതനാനി, ദേവതകളുടെ ഇടങ്ങൾ, അതായത് ക്ഷേത്രങ്ങള് അത്ര ദുഷ്ടൈഹി നഷ്ടാനി ഭൂരിശഃ, വളരെയധികം ദുഷ്ടന്മാരാൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളൊക്കെ തകർക്കപ്പെടുന്നു. ക്ഷേത്രങ്ങളിൽ എന്ത് നടക്കണോ അതല്ല, ദുഷ്ടന്മാർ കയറിയാൽ പിന്നെ എന്താണോ അമ്പലത്തിൽ നടക്കുക അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ കാണേണ്ടത് എന്താണോ അതിനെ വീണ്ടും കുറെ എണ്ണത്തിനെ കാണാണ്ടായിട്ടുണ്ട്. എന്നാ യോഗി, ഇതൊക്കെ നാട്ടിൽ നടക്കണതാ വെച്ചാൽ ഇതൊക്കെ വിട്ടിട്ട് വല്ല കാട്ടിൽ പോയാൽ വല്ലതും ഉണ്ടാവുമോ എന്ന് നോക്കിയാൽ അവിടെയാണല്ലോ യോഗികളൊക്കെ ഉണ്ടാവുക, അതും ഇല്ല എന്ന് പറയാ. എന്നാ യോഗി, ഒരു യോഗിയെ കാണാനില്ല. ന ഏവ സിദ്ധ, ഒരു സിദ്ധനെ കാണാനില്ല. ന ജ്ഞാനി, ജ്ഞാനിയായിട്ടുള്ള ഒരാളെ കാണാനില്ല. അതുപോലെ സത്ക്രിയോ നരഹ, സത്ക്രിയകൾ ചെയ്യുന്നതായിട്ടുള്ളൊരു നരനെ കാണാനില്ല. പിന്നെ എന്താ കാണാനുള്ളത്? കലിദാവാനലേന, കലിയാകുന്ന കാട്ടുതീ. ദാവാനലം എന്ന് പറഞ്ഞാൽ കാട്ടുതീ. കലിദാവാനലം എന്ന് പറഞ്ഞാൽ കലിയാകുന്ന കാട്ടുതീ കൊണ്ട് അദ്യ ഇപ്പോൾ സാധനം ഭസ്മതാം ഗതം. സാധനം എന്ന് വെച്ചാൽ നന്മകള്, സദ്ധർമ്മം, അങ്ങനെയുള്ള മൂല്യമുള്ള വിഷയങ്ങൾ എന്താണോ അതൊക്കെ തന്നെ ഭസ്മതാം ഗതം, ഇപ്പോ ഭസ്മമായിട്ടുള്ള അവസ്ഥയിലായി. കലിയാകുന്ന കാട്ടുതീയില് നന്മകളൊക്കെ കത്തി നശിച്ചു എന്ന് അർത്ഥം. പിന്നെ കാണാനുള്ളത് അട്ടശൂലാഹ ജനപദാഹ ശിവശൂലാഹ ദ്വിജാതയഃ കാമിന്യഃ കേശശൂലിന്യഃ സംഭവന്തി കലൗ ഇഹ. പിന്നെ കണ്ടത് അങ്ങനെയാണ്. അട്ടശൂലാഹ ജനപദാഹ, ഈ വാക്കുകളൊക്കെ വേറെ അർത്ഥമാണ്, സാധാരണ കാണുമ്പോൾ തോന്നുന്ന അർത്ഥമൊന്നുമല്ല. അട്ടം എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നാണ് അർത്ഥം. ഇവിടെ ശൂലം എന്നതുകൊണ്ട് കച്ചവടം എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഈ ശൂലം എന്ന് കാണുന്നിടത്തൊക്കെ കച്ചവടം എന്നുള്ള അർത്ഥത്തിൽ വേണം അത് മനസ്സിലാക്കാൻ. അല്ലാണ്ട് നമ്മൾ ഈ ശിവന്റെ കയ്യിലുള്ള സാധനമായിട്ട് ചിന്തിക്കരുത്. അട്ടശൂലാഹ, ഭക്ഷണം വിൽക്കപ്പെടുന്നു ജനപദങ്ങളിൽ. ഒരിക്കലും വിൽക്കാൻ പാടില്ലാത്ത സാധനമാണ് എന്ത്? ഭക്ഷണം. ഭക്ഷണം ആവശ്യമുള്ളവർക്ക് കൊടുക്കുക എന്നല്ലാണ്ട് അത് കച്ചവടം ചെയ്യാൻ പാടില്ല. ഇന്നിപ്പോ 1 കിലോമീറ്ററിനുള്ളിൽ 7 ഹോട്ടലാണ്. അപ്പൊ അത് അന്നും കണ്ടു എന്നർത്ഥം. ഭക്ഷണം വിൽക്കപ്പെടുന്നതായിട്ടുള്ള കാര്യം കാണുന്നു. ശിവശൂലാഹ ദ്വിജാതയ, ശിവം എന്നതുകൊണ്ട് വേദം എന്നർത്ഥം. ശിവശൂലാഹ, വേദത്തെ വിൽക്കുന്നവരായിട്ട് കാണപ്പെട്ടു. ആര്? ദ്വിജാതയ, ബ്രാഹ്മണരായിട്ടുള്ളവര്, വേദം പഠിച്ചവര്. പഠിക്കാത്തവനൊക്കെ വിൽക്കാൻ പറ്റില്ല. വേദം പഠിച്ചവര്, വേദത്തിന്റെ ഒരു പുസ്തകം വിറ്റാ അത്ര കുഴപ്പമില്ല. ഭാഗവതം വിറ്റാ കുഴപ്പമില്ല. ഭാഗവതം എന്നുള്ള പുസ്തകം വിറ്റാ അത്ര കുഴപ്പമില്ല, വിറ്റാലേ പരിചയമൊക്കെ കിട്ടുള്ളൂ. പക്ഷെ ഭാഗവതത്തിനെ കച്ചവടാക്കിയാ കുഴപ്പമാണെന്ന് അർത്ഥം. ഇപ്പൊ വേദങ്ങൾ വിൽക്കുന്നവരായിട്ട് കാണപ്പെട്ടു ബ്രാഹ്മണരെ. കാമിന്യഃ കേശശൂലിന്യഃ, ഇവിടെ കേശം എന്നുള്ളത് മുടിയായിട്ട് എടുക്കണ്ട. കേശം എന്നുള്ളതിന് ശരീരം അല്ലെങ്കിൽ യോനി എന്നൊക്കെയാണ് അർത്ഥം. അതായത് ശരീരം വിൽക്കപ്പെടുന്നവരായിട്ട് കാമിനിമാരെ കണ്ടു എന്ന് വെച്ചാൽ വ്യഭിചരിക്കുന്നവരായിട്ടാണ് സുന്ദരിമാരെ, പെൺകുട്ടികളെ കാണപ്പെടുന്നത്. ഇഹ കലവും സംഭവന്തി, ഇങ്ങനെയൊക്കെയാണ് കലിയുഗത്തിൽ കാണപ്പെടുന്നത്. എന്ത് വിൽക്കാൻ പാടില്ലയോ അതൊക്കെ വിൽക്കപ്പെടുന്നുണ്ട് എന്നർത്ഥം. ഭക്ഷണം വിൽക്കാൻ പാടില്ല, വേദം വിൽക്കപ്പെടരുത്, പെൺകുട്ടികളുടെ ശരീരം ഒരിക്കലും വിൽക്കപ്പെടരുത്. ഇതൊക്കെയാണ് ഇവിടെ കച്ചവടം നടത്തപ്പെടുന്നതായിട്ട് കാണുന്നത്. എന്ന് വെച്ചാൽ നാശത്തിന്റെ ഇങ്ങനെ അറ്റെത്തി എന്നർത്ഥം. ഏവം പശ്യൻ കലേഹേ ദോഷാൻ, കലിയുടെ ഈ ദോഷങ്ങളെ നോക്കിക്കൊണ്ട് പര്യടൻ അവനീമഹം, ഈ ഭൂമി മുഴുവൻ ഞാൻ സഞ്ചരിച്ചു. ഒടുവിൽ യാമുനം തട്ടം ആപന്നഃ, യമുനാ തടത്തിൽ ഞാനിതാ വന്നെത്തി. എത്ര ലീലാ ഹരേഹേ അഭൂത്, എവിടെയാണോ ഹരിയായ ഭഗവാന്റെ ലീലകൾ ഉണ്ടായിരുന്നത് അവിടെ എത്തി. അതായത് വൃന്ദാവനത്തില് ഭഗവാൻ ലീലയാടിയതായ വൃന്ദാവനത്തിലേക്ക് ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച അവസാനം ഭഗവാൻ ലീലയാടിയ സ്ഥലമാണല്ലോ. അവിടെ എത്തിയാലെങ്കിൽ ഒരു മനസമാധാനം കിട്ടും എന്ന് പ്രതീക്ഷിച്ചു. അവിടെയും കിട്ടിയില്ല. അതുകൊണ്ട് വൃന്ദാവനത്തിലേക്ക് നാരദ മഹർഷി എത്തിച്ചേർന്നു എന്നത് വരെയുള്ള രംഗങ്ങളിൽ ഇന്ന് നമുക്ക് നിർത്താം. ഇനി ഇതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? വളരെ എളുപ്പമുള്ള വാക്കുകളാണ്, പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് അത്യപകടമായിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ഭാഗമാണ് ഇന്നത്തെ
എന്തായാലും കാര്യം കലിയുഗത്തിന്റെ ഒരു ചെറിയ ചിത്രമാണ് ഇവിടെ ഇന്നത്തെ ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നാരദന്റെ ലോകസഞ്ചാരം. ആദ്യം ഭാഗവതത്തിന്റെ മഹത്വത്തെ പറഞ്ഞു, പിന്നീട് ബ്രഹ്മാവിനൊക്കെ ബോധ്യം വന്നതിനെ പറഞ്ഞു, സനകാദി മഹർഷിമാരും നാരദ മഹർഷിയും തമ്മിലുള്ള സംവാദം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമ്മളുടെ മനസ്സിൽ ഇത് ഉണ്ടാവണം. ആരോട് പറയുന്നു എന്നൊരു ചിത്രം ഉണ്ടായാലാണ് ഇതിൽ ഇപ്പൊ കുഴപ്പമില്ല. മുമ്പിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോ അദ്ദേഹം പറഞ്ഞു, അവരോട് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചില വാക്കുകൾ കേൾക്കും. അപ്പൊ ആരോട് എന്നുള്ളത് ഒരു ഐഡിയ ഒന്നും ഇല്ലാണ്ട്. അപ്പൊ ഇപ്പൊ നടക്കുന്ന സംവാദം ആദ്യത്തെ ചിത്രം സൂതൻ ശൗനകാദികളോടാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പൊ ശൗനകാദികളോട് പറയുന്ന കാര്യം നാരദൻ സനകാദികളുമായിട്ട് കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ സംഭവത്തിനെയാണ് ഇപ്പൊ ഇവിടെ സൂതൻ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന സംവാദ രംഗത്തെ പറഞ്ഞു. അവരുടെ സംഭാഷണത്തില് നാരദൻ ലോകം ചുറ്റി സഞ്ചരിച്ചപ്പോൾ കണ്ട കലിയെ കുറിച്ച് നാരദൻ പറഞ്ഞ് ഇപ്പൊ യമുനാ തീരത്ത് നാരദൻ എത്തി, ഞാൻ അവിടെയാണ് ചെന്നത് എന്നതിനെ നാരദൻ പറഞ്ഞു കേൾപ്പിക്കുന്നു. അതുവരെയാണ് ഇപ്പൊ എത്തിയത്. യമുനയെ തീരത്തെത്തിയിട്ടുള്ള സംഭവം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ കണ്ടുമുട്ടുന്നതും അവരും നാരദ മഹർഷിയും തമ്മിലുള്ളതായ സംഭാഷണമാണ് ഈ അധ്യായം ഇനി കഴിയുന്നത് വരെയൊക്കെ ഉണ്ടാവുക. ആ രംഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പോ ഈ ഭാഗങ്ങൾ എങ്ങനെ പാരായണം ചെയ്യണം എന്നതുള്ളതിനെ ശ്രദ്ധിക്കുക എല്ലാവരും. പുതിയതായിട്ട് ചേർന്നവർക്ക് കുറച്ച് ഒരു ബുദ്ധിമുട്ട് തോന്നാം. അതിനുള്ള വഴികൾ, പരിഹാരം നമുക്ക് ഉണ്ടാക്കാം. ഇന്ന് എന്താണോ പറയുന്നത് അതിലേക്ക് ശ്രദ്ധിക്കാം. ഇപ്പൊ അതേ നടക്കുള്ളൂ. രാധേശ്യാം. രാവിലെ ഒരു ശ്ലോകം എല്ലാവരോടും കോപ്പി ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പഠിതമുള്ളവരെന്നല്ല, നമ്മൾ ചെല്ലുമ്പോ തെറ്റുകൾ, പിഴവുകളൊക്കെ നമ്മളുടെ നാവിൽ വരാം. അർച്ചനകളൊക്കെ ചെയ്യുന്ന സമയത്ത്, പൂജാദികളൊക്കെ ചെയ്യുന്ന സമയത്ത് പിഴവുകൾ വരാം. അങ്ങനെ വരുമ്പോ അതിനുള്ള ഒരു ക്ഷമാ പ്രാർത്ഥനയാണ് രാവിലെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചുരുക്കത്തിൽ അതിന്റെ ഒരു അർത്ഥം പറയാം. യദക്ഷര പദഭ്രഷ്ടം. ഇപ്പൊ നമ്മൾ ഇത്ര നേരം വായിച്ചത് ചെയ്തതായിട്ടുള്ള കാര്യങ്ങളില് ഏതെങ്കിലും അക്ഷരങ്ങൾക്കോ പദങ്ങൾക്കോ ഭ്രഷ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് അതിന്റെ അർത്ഥം. ക്ഷമ പറയുകയാണ്. അതിപ്പോ ഒരു സഹസ്രനാമം കഴിഞ്ഞാലും ചെല്ലാം, ഒരു അർച്ചന കഴിഞ്ഞാലും ചെല്ലാം, നാരായണീയം വായിച്ചാലും ചെല്ലാം, എപ്പോഴും ചെല്ലാം. ഒരു ക്ഷമാ പ്രാർത്ഥനയാണ്. യദക്ഷര പദഭ്രഷ്ടം. ഏതെങ്കിലും അക്ഷരങ്ങൾക്ക് പദങ്ങൾക്ക് ഒക്കെ ഭ്രഷ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മാത്രാഹീനം ച യത് ഭവേത്. മാത്രകൾക്കൊക്കെ ഹീനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒരു മാത്രയുടെ പറയണ്ടല്ലോ, അതൊക്കെ നമ്മള് നല്ലോണം വരുത്തും, നമ്മൾ ചെല്ലേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ മാത്രകൾക്കൊക്കെ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തത് സർവം ക്ഷമ്യതാം ദേവ. അത് മുഴുവൻ ക്ഷമിക്കണേ ദേവ. നാരായണ നമോസ്തുതേ. നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. നാരായണ നമസ്കരിക്കുന്നു, അത് മുഴുവൻ ക്ഷമിക്കണം എന്ന് പറയുകയാണ്. ഇതേ ശ്ലോകം ഇപ്പോ മഹാദേവന്റെ ഒക്കെ ചൊല്ലുക, അത് കോമൺ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇപ്പൊ മഹാദേവനൊക്കെ നമ്മൾ അർച്ചന ചെയ്തിട്ടാണെങ്കിൽ യദക്ഷര പദഭ്രഷ്ടം മാത്രാഹീനം ച യത് ഭവേത് തത് സർവം ക്ഷമതാം ദേവ പ്രസീദ പരമേശ്വര എന്ന് ചെല്ലാം. ഭഗവതിക്കാണെങ്കിൽ തത് സർവം ക്ഷമ്യതാം ദേവി പ്രസീദ പരമേശ്വരി എന്ന് ചെല്ലാം. അത് ദേവതകൾക്ക് അനുസരിച്ച് നമുക്ക് മാറ്റാം. അടുത്തത് വിസർഗ ബിന്ദു മാത്രാണി. വിസർഗങ്ങള് ബിന്ദു, കുത്ത്, പുള്ളി, കോമയൊക്കെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, വിസർഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, മാത്രകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, പദങ്ങൾ, പദാക്ഷരങ്ങൾ ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ന ഒറ്റടിക്ക് പറയാണ്. വിസർഗ ബിന്ദു മാത്രാണി പദ പാദ അക്ഷരാണിജ. ഇനി വിട്ടുപോലെ മാത്രമല്ല, നമ്മൾ കുറെ കൂട്ടുകയും ചെയ്യും. ദീർഘം ഇല്ലാത്തടത്തൊക്കെ ദീർഘം ഇട്ട് വായിക്കും. അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ വായിക്കൂലോ. അപ്പൊ അതുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഋഷീശ്വരന്മാർ പറഞ്ഞു വെച്ചു, ന്യൂനാനി ച അതിരിക്തി. കുറഞ്ഞാലും കൂടിയാലും, ന്യൂനതകൾ വന്നാലും, ന്യൂനാനി ച അതിരിക്താനി, അധികമായാലും ക്ഷമസ്വ പുരുഷോത്തമ. ക്ഷമിക്കണേ ഭഗവാനേന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഇതിപ്പോ ക്ഷമസ്വ പരമേശ്വര, ക്ഷമസ്വ പരമേശ്വരി എന്നൊക്കെ ദേവതകൾക്ക് അനുസരിച്ച് മാറ്റാം. അപ്പൊ ഇനി മുതല് ഈ യദക്ഷര പദഭ്രഷ്ടം ചൊല്ലി ത്വദീയം വസ്തു ഗോവിന്ദ ചൊല്ലിയിട്ടായിരിക്കും നമ്മൾ സമർപ്പിക്കുന്നുണ്ടാവുക. അതിന്റെ അർത്ഥം ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. ഗ്രൂപ്പിൽ ഇട്ട് തന്നെ നിങ്ങൾ ആരും നോക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഓൺലൈനിൽ ബലമായിട്ട് പിടിച്ചിരുത്തിയിട്ട് പറയണത്. ത്വദീയം വസ്തു ഗോവിന്ദ ഗ്രൂപ്പിൽ ഇട്ട് തരാം. രാധേശ്യാം. രാധേശ്യാം. സമർപ്പണം. ഈ ശ്ലോകങ്ങള് ചൊല്ലിത്തരാം, അതേറ്റ് ചെല്ലാം.
യദക്ഷരപദഭ്രഷ്ടം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം ച യദ്ഭവേത് മാത്രാഹീനം ച യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. ക്ഷമസ്വ പുരുഷോത്തമ. ത്വദീയം വസ്തു ഗോവിന്ദ ത്വദീയം വസ്തു ഗോവിന്ദ തുഭ്യമേവ സമർപ്പയേ. തുഭ്യമേവ സമർപ്പയേ. തേന ത്വദംഘ്രികമലേ തേന ത്വദംഘ്രികമലേ രതിം മേ യച്ഛ ശാശ്വതീം. രതിം മേ യച്ഛ ശാശ്വതീം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഏകവാക്യതാ ഹരിസ്മരണം. ഹരി രാധേശ്യാം. Radhe Shyam.